ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ 5-ാം തീയതി പാപമോചിനി ഏകാദശി, ഏപ്രിൽ 6-ാം തീയതി ഞാൻ വീഡിയോ ഇട്ടിരുന്നു. പാരണ സമയം എല്ലാ സ്ഥലങ്ങളിലെയും എല്ലാവരും അത് കാണുക. അതുപോലെ തന്നെ ഹരിവാസര സമയം ഏപ്രിൽ 5-ാം തീയതി രാവിലെ 6 മണി മുതൽ സന്ധ്യയ്ക്ക് 6:41 മണി വരെയാണ്. അതായത് പകൽ സമയമാണ് ഹരിവാസര സമയം നാളത്തെ ദിവസം. ഹരിവാസര സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിലുള്ള സമയമാണ്. നാളെ രാവിലെ 6 മണി മുതൽ സന്ധ്യയ്ക്ക് 6:41 മണി വരെയുള്ള സമയം. അതുകൊണ്ട് തന്നെ ആ സമയം പരമാവധി പ്രാർത്ഥിക്കുക. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ജപിക്കുന്നതൊക്കെ വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ഏപ്രിൽ 6-ാം തീയതി ശനിയാഴ്ച ദിവസം മഹാപ്രദോഷമാണ്, ശനിപ്രദോഷമാണ്. ഒരുപാട് ഫലത്തെ പ്രദാനം ചെയ്യുന്ന പ്രദോഷമാണ്. പ്രദോഷ സന്ധ്യയ്ക്കാണ് പ്രാധാന്യം. പ്രദോഷ സന്ധ്യ പ്രാർത്ഥനയുടെ ആ പ്രദോഷ സന്ധ്യ പൂജാ സമയമെന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് 6:32 മുതൽ 8:53 വരെയുള്ള സമയമാണ്. അതായത് ഏത് നാട്ടിൽ താമസിച്ചാലും സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും. പ്രദോഷ സന്ധ്യയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. ഇനി പ്രദോഷ വ്രതം അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് പ്രദോഷം ഒരു നേരം അരിഭക്ഷണം കഴിച്ചിട്ടാണ് എടുക്കുന്നത്. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ, സന്ധ്യയ്ക്ക് നമ്മുടെ ദീപാരാധനയ്ക്ക് വരെ എന്ത് ചെയ്യുന്നു? ഒന്നും കഴിക്കാതെ, ജലം പോലും കുടിക്കാതെ ഇരിക്കുന്നു. അതായത് പൂർണ്ണമായ ഉപവാസത്തിൽ ഒരു പകൽ മുഴുവൻ ഇരിക്കുന്നു. അതിനുശേഷം സന്ധ്യയ്ക്ക് നമ്മൾ ദീപാരാധന കണ്ട് തൊഴുത് ഭഗവാന് കരിക്കൊക്കെ വെച്ച് നേദിച്ച്, ഭഗവാന്റെ ആ സന്നിധിയിൽ നിന്നും കരിക്ക് മേടിച്ച് കുടിച്ച്, പഴങ്ങൾ എന്തെങ്കിലുമൊക്കെ ഭഗവാനെ നേദിക്കാൻ പറ്റുന്നെങ്കിൽ അതൊക്കെ നേദിച്ച് അത് കഴിച്ചതിന് ശേഷം സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ അരിഭക്ഷണം കഴിക്കും. അതായത് സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞതിന് ശേഷം അരിഭക്ഷണം കഴിക്കും. അരിഭക്ഷണം വളരെ ലഘുവായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചോറോ, അഥവാ വീട്ടിലാണെങ്കിൽ വീട്ടിൽ പച്ചരി പറ്റിച്ചിട്ട് പച്ചരി കൊണ്ടുള്ള ചോറുണ്ടാക്കിയിട്ട് ഉള്ളിയൊക്കെ ചേർക്കാത്ത എന്തെങ്കിലും കൂട്ടാൻ ചമ്മന്തിയോ ഒക്കെ വെച്ച് മോരൊക്കെ കൂട്ടി കഴിക്കണം. മോര് കൂട്ടി കഴിക്കുമ്പം അത്രയും നേരം നമ്മൾ ആഹാരം കഴിക്കാതിരുന്നതിൻ്റെ ആ ഒരു ദഹന എന്തെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് മോര് കൂട്ടി ചമ്മന്തി അരച്ച് നമ്മൾ ആ ചോറുണ്ട് കഴിയുമ്പം അതങ്ങ് മാറും. അതാണ് ചെയ്യേണ്ടത്. ഇനി അസുഖങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ മരുന്ന് കഴിക്കുന്നു, നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ 6-ാം തീയതി പകൽ സമയമൊക്കെ നമ്മൾ പാലും പഴങ്ങളുമൊക്കെ ഭക്ഷിച്ച് നമുക്കിരിക്കാം. പക്ഷേ അരിഭക്ഷണം സന്ധ്യയ്ക്ക് ശേഷം മതി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്രതത്തെ ക്രമീകരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ സന്ധ്യയ്ക്ക് ശേഷം നമ്മുടെ ആ വ്രതം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചോറ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ചോറ് കഴിച്ച് ഈ അവിടെ നിന്ന് നേദിച്ചു കിട്ടുന്ന കരിക്കൊക്കെ കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുന്നു. പിറ്റേ ദിവസം രാവിലെയും നമ്മൾ കുളിച്ചിട്ട് ഭഗവാന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നെങ്കിൽ പോവുക. സന്ധ്യയ്ക്ക് ശേഷമാണ് നമ്മുടെ വ്രതം അവസാനിപ്പിക്കുന്നത്. അതായത് ശനിയാഴ്ചയും പ്രദോഷവും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് വലിയ വിശേഷമാണ്. ഇനി വ്രതം എടുക്കാത്തവരാണെങ്കിൽ പോലും സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വലിയ വിശേഷമാണ്. അതുപോലെ തന്നെ ധാരയൊക്കെ നടത്തുന്നത് വലിയ വിശേഷമാണ്. ഒന്നുമില്ലെങ്കിലും സന്ധ്യയ്ക്ക് നമ്മൾ എവിടെ ഇരുന്നാലും നമ്മളൊന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നത് വലിയ വിശേഷമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഹരിവാസര സമയം നാളത്തെ ദിവസം ഹരിവാസര സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6:41 വരെ. അതിനുശേഷം ശനിയാഴ്ച ദിവസത്തെ പ്രദോഷ സന്ധ്യാ സമയമെന്ന് പറയുന്നത് 6:32 മുതൽ 8:53 വരെയുള്ള സമയം. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് സമയത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി പാപമോചിനി ഏകാദശി വ്രതകഥ. എന്താണ് വ്രതകഥ? ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 11-ാമത്തെ ദിവസമാണ് നമ്മൾ പാപമോചിനി ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. പണ്ട് ചൈത്രരഥം എന്ന് പറയുന്ന ഒരു വനമുണ്ടായിരുന്നു. ആ വനത്തിൽ എപ്പോഴും പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് വസന്തമായിരുന്നു. ആ വനത്തിൽ ചൈത്രരഥം എന്നാണ് ആ വനത്തിന് പേരുണ്ടായിരുന്നത്. അവിടെ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ അപ്സരസ്സുമാരും കിന്നരന്മാരും ഗന്ധർവന്മാരുമൊക്കെ വന്ന് താമസിച്ചുകൊണ്ടിരുന്നു. അവരിങ്ങനെ അവിടെ വളരെ സന്തോഷത്തോടു കൂടി താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ മേധാവി എന്ന് പറയുന്ന ഒരു മഹർഷി ശിവഭഗവാനെ തപസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ അറിയാലോ, പഴയ കാലത്ത് നമ്മൾ കഥകളൊക്കെ പഠിക്കുമ്പം ഈ ഗന്ധർവന്മാരും അപ്സരസ്സുകളും എല്ലാം ഇങ്ങനെ ഋഷിമാരെയൊക്കെ ഇങ്ങനെ അവരുടെ തപസ്
അസ്വസ്ഥതപ്പെടുത്തി, അവരെ കളങ്കപ്പെടുത്തി, അവരെ വശീകരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടല്ലോ. അങ്ങനെ മഞ്ജുഘോഷ എന്ന് പറയുന്ന ഒരു അപ്സരസ് ഈ മഹർഷിയെ വശീകരിക്കുന്നു. അങ്ങനെ വശീകരിച്ചിട്ട് ഈ മഹർഷി അതിലങ്ങ് വീണു പോകുന്നു. അങ്ങനെ 57 വർഷത്തോളം ഈ അപ്സരസുമായി ഈ മഹർഷി, മേധാവി എന്ന് പറയുന്ന മഹർഷി ജീവിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം 57 വർഷം കഴിഞ്ഞപ്പോൾ അറിയുന്നില്ല, മഹർഷി ഇത്രയും സമയമായി എന്നറിയുന്നില്ല. ഈ അപ്സരസ് പറയുകയാണ്, മഞ്ജുഘോഷ എന്ന് പറയുന്ന അപ്സരസ് പറഞ്ഞു, ഇനി ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ മഹർഷി പറയുന്നു, ഇത്രയും സമയമല്ലേ ആയുള്ളൂ, പിന്നെ പോകാം എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നു. അങ്ങനെ പിടിച്ചു നിർത്തി അപ്പോഴേക്കും പിന്നെയും കുറേ നേരവും കൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നെയും ഈ അപ്സരസ് പറയുകയാണ്, ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ ഇത്ര കാലമായി എന്നറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ആണ് മഹർഷിക്ക് മനസ്സിലാകുന്നത് 57 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോഴാണ് മഹർഷിക്ക് ബോധം വരുന്നത് താൻ ചെയ്തത് ഒരു വലിയ മഹാപാപമാണെന്ന്. അങ്ങനെ ഈ അപ്സരസിനെ മഹർഷി അങ്ങ് ശപിക്കുന്നു. എന്നെ ഇങ്ങനെ ഇത്രയും വർഷം എന്നെ കളഞ്ഞു എന്നും പറഞ്ഞ് അപ്സരസിനെ ശപിക്കുന്നു. അപ്പോൾ ഈ അപ്സരസ് ചോദിക്കുകയാണ്, എല്ലാവരും പറയുമല്ലോ മഹർഷിയുടെ കൂടെ, അതുപോലുള്ള ദിവ്യന്മാരുടെ കൂടെ താമസിച്ചാൽ നന്മയുണ്ടാകുമെന്നാണല്ലോ പറയുന്നത്, പക്ഷേ എനിക്കിപ്പം വലിയ ദോഷമാണല്ലോ വന്നത്. എന്ത് ശാപമാണ് കൊടുത്തതെന്ന് അറിയാമോ? അതായത് ഒരു പിശാചായി പോകട്ടെ എന്നാണ് ശപിക്കുന്നു. അപ്പം എല്ലാവരും പറയത്തില്ലേ, ഒരു മഹർഷിയുടെ കൂടെ താമസിച്ചിട്ട് ഞാനൊരു പിശാചായി പോയെന്ന് പറയത്തില്ലേ എന്ന് പറയുന്നു. ഉടനെയാണ് മഹർഷിക്ക് മനസ്സിലാകുന്നത് താനും തെറ്റ് ചെയ്തു, പിന്നെ എന്തിനാണ് ഇവരെ ഇങ്ങനെ ശപിച്ചത്, ഈ ക്രോധം എന്തിനാണ് ഇങ്ങനെ വന്നത്, രണ്ടുപേരും ഒരേപോലെ അല്ലേ തെറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് ആ സമയത്ത് മഹർഷിക്ക് തോന്നുന്നു. അങ്ങനെ മഹർഷി പറയുന്നു, പാപമോചിനി ഏകാദശി വ്രതം എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആ ഏകാദശി വ്രതം ഭക്തിയോടുകൂടി എടുത്തു കഴിഞ്ഞാൽ ഈ പാപത്തിൽ നിന്നും മോചനം കിട്ടുമെന്ന് പറയുന്നു. അതിനുശേഷം ഈ മഹർഷി ഇങ്ങനെ ദുഃഖിതനായിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴേക്ക് അച്ഛനെ കാണുന്ന സമയത്ത് അച്ഛൻ ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഈ കഥകളെല്ലാം പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, ഞാനും ഇതേ പാപം തന്നെ ചെയ്തല്ലോ, എൻ്റെ ഈ പാപത്തിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു കൊടുക്കുന്നത് ഈ പാപമോചിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുമെന്നാണ്. അങ്ങനെ ഈ മഹർഷി, അതായത് മേധാവി എന്ന് പറയുന്ന മഹർഷിയും മഞ്ജുഘോഷ എന്ന് പറയുന്ന അപ്സരസും ഈ പാപമോചിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചെന്നും അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെയും പാപങ്ങൾ അവസാനിച്ചു എന്നാണ് പറയുന്നത്. ഇത് അർജുനന് ഭഗവാൻ ശ്രീഹരി വിഷ്ണു പറഞ്ഞു കൊടുത്ത കഥയാണ്. എന്തു തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏകാദശി വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നമ്മുടെ ശരീരത്തിനെങ്കിലും അതുകൊണ്ട് ബലവും ശക്തിയും ഉണ്ടാകും. നമുക്കൊരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല, ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുക. എല്ലാവരും അതുപോലെ ചെയ്യുക. ഹരേ കൃഷ്ണ.